നമസ്കാരം. ഞാൻ ശോഭ ലോറൻസ്, തമിഴ്നാട്. എനിക്ക് കന്യാകുമാരിയാണ് സ്ഥലം. പ്രായം 60 ഓക്കെ. ഞാൻ മാമിൻ്റെ ക്ലാസ്സിന് ഒരു 3-4 മാസത്തിന് മുമ്പേ ജോയിൻ ചെയ്തു. ആദ്യം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതായത് ബോഡി ഒരു ഫ്ലെക്സിബിൾ ഇല്ലാത്തതുകൊണ്ട് മാം ഒരു 4 പ്രാവശ്യം ചെയ്താൽ നമുക്കൊരു പ്രാവശ്യം ചെയ്യാം, അങ്ങനെ തോന്നിയിട്ടുള്ളൂ. സ്പീഡായിട്ട് ചെയ്യും പോലെയൊക്കെ തോന്നി. പിന്നെ ചെയ്ത് വന്നപ്പം ഇപ്പം നമുക്ക് ബോഡി കുറേ സപ്പോർട്ട് ചെയ്തു. പിന്നെ എനിക്കാണെങ്കിൽ തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ഇപ്പോൾ ഫാറ്റി ലിവറിൻ്റെ പ്രശ്നമുണ്ട്. ഷുഗർ, കൊളസ്ട്രോൾ, BP ഇതെല്ലാം അങ്ങനെ ബോർഡറിൽ വരും പോവും. അങ്ങനെ മരുന്ന് കഴിക്കും പോവും. അങ്ങനെയായിരുന്നു. പിന്നെ സ്പോണ്ടിലൈറ്റിസ്, കഴുത്തിൻ്റെ തേയ്മാനമുണ്ട്. അതല്ലാതെ ഇടയ്ക്ക് 2 കൊല്ലത്തിന് മുമ്പേ താഴെ വീണ് ഇടത് കൈ മുട്ടിങ്ങനെ ഒരു ചെറിയ പൊള്ളലുണ്ട്. അപ്പം ഈ സൂര്യ നമസ്കാരം ഇങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളത് ഇങ്ങനെ കൈ ഊന്നി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മുട്ടും ഇടത് കാലിൻ്റെയും അതൊരു പ്രശ്നമാണ്. പക്ഷേ ഇത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം സ്റ്റെപ്സൊക്കെ പണ്ട് കയറിയപ്പോൾ ഒരു കിതപ്പ് കാണും. നമുക്കങ്ങനെ കയറിപ്പോകാൻ പറ്റില്ല. ഇപ്പോൾ സ്പീഡായിട്ടില്ലെങ്കിലും സ്ലോ ആയിട്ട് കയറിയാൽ ആ കിതപ്പില്ലാതെ കയറി നമുക്ക് മുകളിൽ വരാം. അങ്ങനെ അതുപോലെ ഇങ്ങനെ കുനിഞ്ഞ് നമുക്ക് ഈ ശംഖുചലാസനമൊക്കെ ഇല്ലേ, ഇങ്ങനെ റൗണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഉളുക്കി പിടിക്കുമായിരുന്നു ഏതെങ്കിലും ഒരു വശം. പിന്നെ കുറേ നേരം നമ്മൾ അങ്ങനെ സൈലൻ്റായി ഇരുന്നിട്ട്. ഇപ്പോൾ അതൊന്നുമില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. വെയിറ്റും കുറച്ച് കുറഞ്ഞതുപോലെ ഒരു ബോഡി ഒരു ലൈറ്റ് വെയിറ്റ് ആയതുപോലെ ഒരു ഫീലാണ്. അപ്പോൾ എല്ലാവരും യോഗ ചെയ്യണം. മാം പറയും പോലെ 24 മണിക്കൂർ പോരാ, നമുക്ക് എത്ര കിട്ടിയാലും പോരല്ലേ. അപ്പോൾ 24 മണി അത് പക്ഷേ ആ സമയം അംബാനിക്കും ഈ സമയം തന്നെ, നമുക്കും ആ സമയം തന്നെ. അപ്പോൾ ആ സമയം നമ്മൾ എങ്ങനെയാണ് അത് യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പം 24 മണിക്കൂറിൽ 1 മണിക്കൂർ നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കണം. ഇതിൽ ചെറുപ്പക്കാർ കാണും, എന്നെക്കാളും വയസ്സ് കൂടിയവരും കാണും. എല്ലാവർക്കും ഒന്നുപോലെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയണില്ല. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തുകൊണ്ടിരിക്കുക. 10 ദിവസം ചെയ്തിട്ട് 1 മാസം ചെയ്യാതിരിക്കുക, അങ്ങനെയല്ല. ഞാൻ പറയും പോലെ പീരിയാഡിക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുക, ചെയ്യാൻ പറ്റുന്നത് ആ സമയം. ചിലർ 1 മണിക്കൂറാണെങ്കിൽ ഫുൾ 1 മണിക്കൂറും അവർക്ക് ചെയ്യാൻ പറ്റും. ചിലർക്ക് അത്രയും ചെയ്യാൻ പറ്റില്ല. അത് പോട്ടെ, അത് നോക്കണ്ട. നമ്മൾ ഇപ്പോൾ ചെയ്ത് വരുമ്പം നമ്മൾ ബോഡി അതിന് അഡാപ്റ്റ് ആവും. ഓക്കെ. അതുകൊണ്ട് എല്ലാവരും യോഗ ചെയ്യണം. ആരോഗ്യമായിട്ടിരിക്കണം. മാം ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ സന്തൂർ മമ്മി ആവണമെന്ന്. സന്തൂർ മമ്മി ആയില്ലെങ്കിലും ഒരു സാധാ മമ്മിയെങ്കിലും ആവണമല്ലോ. ഹെൽത്തി ആയിരുന്നാലല്ലേ അത് പറ്റുള്ളൂ. ഇപ്പം നമ്മൾ കട്ടിൽ കയറി കിടന്നാലേ പിള്ളേർ നമ്മളെ വക വയ്ക്കുമോ? അവർക്ക് വല്ലതും ചെയ്തൊക്കെ കൊടുക്കണ്ടേ. അതുകൊണ്ട് നമ്മൾ ഹെൽത്തി ആയിരുന്ന ഫാമിലി ഹാപ്പി, ഹെൽത്തി, അവരും സന്തോഷം. അതല്ലെങ്കിൽ നമുക്ക് ഓരോ അസുഖം വരുമ്പം എണിക്കാൻ പറ്റുന്നില്ല, കൈവേദന, കാലുവേദന, മുട്ടുവേദന എന്ന് പറയുമ്പം അവർക്കതൊരു ആദ്യമൊക്കെ ഒരു സിമ്പതി പോലെ തോന്നും. പിന്നെ നമ്മളുടെ അടുത്തൊരു ദേഷ്യം തന്നെ വരത്തുള്ളൂ. നമ്മൾ ആ പെയിനും കൊണ്ട് പിന്നെ നടക്കണം. അതുകൊണ്ട് മാം ക്ലാസ്സിനില്ലെങ്കിലും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, അതൊക്കെ കണ്ടെങ്കിലും ചെയ്യണം. ഓക്കെ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.